ഹോമിയോപ്പതിയിൽ ഓട്ടിസത്തിനെ ചികിത്സിക്കുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഓട്ടിസത്തിൻ്റെ പ്രശ്നങ്ങളെ മാത്രമല്ല, ആ കുട്ടി അതിൻ്റെ അമ്മ അതിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അതിൻ്റെ അമ്മ കടന്നുപോയ സിറ്റുവേഷൻസും ഒക്കെ നമ്മൾ കണക്കിലെടുക്കുന്നതാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു പുതിയ പെൺകുട്ടി ഒരു വീട്ടിലോട്ട് കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ആ പുതിയ അന്തരീക്ഷത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനെടുക്കുന്ന സമയം എല്ലാം ആ സമയത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആ പുതിയ അന്തരീക്ഷത്തിൽ ഒത്തുചേർന്ന് പോകാനായിട്ടുണ്ടാവുന്ന ആ സമയത്തുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളെല്ലാം ഇതിന് കാരണമാകുന്നതാണ്. മാത്രമല്ല നമ്മളതെല്ലാം പരിഗണിക്കുന്നതാണ്. അതുകൂടാതെ ആ സമയത്ത് ഇപ്പോൾ ഉറ്റവരുടെ മരണം, അല്ലെങ്കിൽ ഉറ്റവർക്ക് എന്തെങ്കിലും അപകടങ്ങളുണ്ടാകുക, അന്നേരം എല്ലാം ഒരു പ്രത്യേക രീതിയിൽ സംഘർഷത്തിലൂടെയാണ് ഈ പ്രഗ്നൻസി ടൈം കടന്നു പോകുന്നത്. അതെല്ലാം ഈ കുഞ്ഞിനെ തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ്. അമ്മയുടെ ചിന്തകളെല്ലാം ഈ കുഞ്ഞിനെ, വളർന്നു വരുന്ന കുഞ്ഞിനെ തീർച്ചയായിട്ടും ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പഴമക്കാർ പറയുന്നത് പ്രഗ്നൻസി സമയത്ത് എപ്പോഴും അമ്മ സന്തോഷമായി ഇരിക്കണം എന്നുള്ളത്. കാരണം അമ്മയുടെ ചിന്ത സംഘർഷം നിറഞ്ഞതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ കൂടാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പല കാരണങ്ങളും, ഈ കുഞ്ഞിനെ ബാധിക്കാവുന്ന പല കാരണങ്ങളും കൂടി കണക്കിലെടുത്താണ് ഹോമിയോപ്പതിയിൽ ആ കുട്ടിയെ നമ്മൾ ചികിത്സിക്കുന്നത്.